നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവും പരിസരവും ക്രിമിനലുകളിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM വിവിധ കേന്ദ്രങ്ങളിൽ ഉപവാസം നടത്തി. രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MLA ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂരിൽ ഉപവാസം നടത്തും. കടിമ്പ്രത്ത് കാറിടിച്ച് വയോധിക മരിച്ചു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവും പരിസരവും ക്രിമിനലുകളിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM വിവിധ കേന്ദ്രങ്ങളിൽ ഉപവാസം നടത്തി. വടക്കേനടയിൽ നടന്ന ഉപവാസം CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് മനുഷ്യന് ഭക്തർക്ക് മനഃശാന്തി കിട്ടുന്നതിനും അവരുടെ പ്രാരാബ്ധങ്ങളും വിഷമങ്ങളുമെല്ലാം ദൈവത്തോട് പറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടുന്നതിനും വേണ്ടിയാണ് സാധാരണ ഭക്തർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. മറ്റു ദേവാലയങ്ങളും ഒരുപാട് നമ്മുടെ പ്രദേശത്തും രാജ്യത്തുമുണ്ട്. പക്ഷേ മറ്റൊന്നുമില്ലാത്ത രീതിയിൽ കൊടുങ്ങല്ലൂരിൽ ഒരു പ്രത്യേകതയാണ്. കൊടുങ്ങല്ലൂരിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം AV സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. രാവുണ്ണി, കാനൂർ നന്ദകുമാർ, TG പരമേശ്വരൻ, PG നൈജി തുടങ്ങിയവർ പ്രസംഗിച്ചു. മേത്തല അഞ്ചപ്പാലത്ത് നടന്ന ഉപവാസം CPM ജില്ലാ കമ്മിറ്റി അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. ഈ ആക്രമിച്ച ആളുകൾ വന്നതാണെങ്കിലോ, ഈ ആക്രമിച്ച ആളുകൾ അമ്പലത്തിനകത്ത് നിന്നാണ് ഈ ആക്രമണം നടത്താൻ വേണ്ടി കൂടി വന്ന ക്ഷേത്ര വളപ്പിൽ നിന്നാണ്. അത് യാദൃശ്യമല്ലല്ലോ. അപ്രകാരം അത് ആ ഈ ചേട്ടനെ ആക്രമിച്ചത് ക്ഷേത്ര വളപ്പിൽ നിന്നും ഓടി വന്ന ഒരു സംഘം BJP-ക്കാരാണ്, RSSകാരാണ്, ഈ ക്രിമിനൽ സംഘമാണ് ഈ ആക്രമണം സംഘടിപ്പിച്ചത്. അവർ ക്ഷേത്രത്തിനകത്ത് ആലോചന നടത്തി, ക്ഷേത്രത്തിനകത്ത് കാര്യങ്ങൾ ആലോചിച്ചു. അവിടെ വെച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവർ വന്ന ആക്രമണം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂലൈ 2-ാം തീയതി ബിജുവിൻ്റെ രക്തസാക്ഷിത്വം ആചരിക്കുന്ന ദിവസം, അന്നേ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ വലിയ പ്രകടനം. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി അധ്യക്ഷത വഹിച്ചു. KS കൈസാബ്, അഡ്വക്കേറ്റ് CP രമേശൻ, CV ഉണ്ണികൃഷ്ണൻ, VK ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുല്ലൂറ്റ്, അഴീക്കോട്, എറിയാട്, എടവിലങ്ങ്, പടിഞ്ഞാറെ വെമ്പല്ലൂർ, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം തുടങ്ങിയ കേന്ദ്രങ്ങളിലും ഉപവാസ സമരം നടന്നു. CPIM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി NR ഗ്രാമപ്രകാശ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇവ നമ്മുടെ സമൂഹത്തിനാകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവിശ്വാസികളാണ് എന്ന രീതിയിൽ വലിയ ഒരു തെറ്റിദ്ധാരണ സംഘപരിവാരികൾ വളരെ ശക്തമായ രീതിയിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാം, എല്ലാ കാലത്തും വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നുള്ള ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അതിന് കഥകളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. തലശ്ശേരിയിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ RSSകാർ ആക്രമിച്ച സമയത്ത് ആരാധനാ കേന്ദ്രങ്ങൾക്ക്, മുസ്ലിം ജനവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തിയ ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ പിന്നീട് നിരന്തരമായി അവിടെ കലാപങ്ങൾ നടക്കുകയുണ്ടായി എന്നുള്ള കാര്യം നമുക്ക്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PK ആറുമുഖൻ, TK രാജു, KK സജിത്, KK മുരളി, MK സത്യനാഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു.
രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MLA-യുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂരിൽ ഉപവാസ സമരം നടത്തും. അതും കൃത്യമായി അറിഞ്ഞത് ക്ഷേത്ര വളപ്പിൽ നിന്ന് ക്രിമിനലുകൾ ഓടി വന്ന് ജയിത്ര മാസ്റ്റർക്ക് നേരെ ആക്രമണം നടത്തുകയും അക്രമം നടത്തി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല. ക്ഷേത്രവും പരിസരവും പള്ളിയും പരിസരവും ഒക്കെ തന്നെ അത് വിശ്വാസികളുടെ ഭൂമിയാണ്. അവിടെ ക്രിമിനലുകൾ അഴിഞ്ഞാടാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാജ്യത്തെ സംസ്ഥാനത്തെ ഗവൺമെന്റിനും കഴിയില്ല എന്ന് അർത്ഥശങ്കരയില്ലാത്തത് അറിയിക്കാൻ കൂടി MLA ഈ സമയം നൽകുന്നു. രാവിലെ 9 മണിക്ക് പോലീസ് മൈതാനിയിൽ ആരംഭിക്കുന്ന ഉപവാസം UDF കൺവീനർ PP തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യും. ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, MLA-മാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, PA മാധവൻ, MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, VT ബൽറാം, പത്മജ വേണുഗോപാൽ, MP ജാക്സൺ, TU രാധാകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ ES സാബു, രാജീവൻ പടിഞ്ഞാറ്റ് എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം നെടിയിരിപ്പിൽ ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് വയോധിക മരിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30-യോടെയാണ് നിയന്ത്രണം വിട്ട കാർ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ച് സമീപത്തെ 2 വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വയോധിക തെറിച്ചു വീഴുകയും സമീപത്തെ വൈദ്യുതി പോസ്റ്റുകൾ തകരുകയുമായിരുന്നു. തെക്കിനിയടത്ത് വേലായി മകൾ അമ്മുവാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇരിങ്ങാലക്കുട സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ടെറാനോ കാറാണ് നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ടത്. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രവർത്തകർ സ്ത്രീയെ വലപ്പാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാറിലുണ്ടായിരുന്ന ദമ്പതികളെ നിസാര പരിക്കുകളോടെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനിയൊരു ഇടവേള.